അപൂർവമായ പല പ്രതിഭാസങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടക്കാറുണ്ട്. അത്തരത്തിൽ ഈ വർഷം ഒരു അപൂർവ പ്രതിഭാസം അമേരിക്കയിൽ സംഭവിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുള്ളത്. ഈ വർഷം യുഎസിൽ കോടിക്കണക്കിന് സിക്കാഡ എന്ന പ്രാണിവർഗം ഉയർന്നു വരുമെന്നും ഒരു അപൂർവ ഇരട്ട ബ്രൂഡ് ഇവന്റിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്നുമാണ് CNBC വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. 221 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വിസ്മയ കാഴ്ചയൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് ചുവന്ന കണ്ണുകളുള്ള സിക്കാഡ എന്നറിയപ്പെടുന്ന പ്രാണിവർഗം. നമ്മുടെ നാട്ടിലെ ചീവീടുകൾ പോലെയാണ് ഈ പ്രാണിവർഗം. നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം 100 കോടി പ്രാണികളാണ് ഈ വർഷം മണ്ണിനടിയിൽ നിന്ന് ഒരുമിച്ച് പുറത്തേക്ക് വരുന്നത്. 17 വർഷം ജീവചക്രമുള്ള സിക്കാഡുകളും 13 വർഷം ജീവചക്രമുള്ള സിക്കാഡുകളും ഒരുമിച്ച് മണ്ണിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. 2024 ശേഷം 221 വർഷങ്ങൾക്കപ്പുറം മാത്രമേ വീണ്ടും ഇത്തരത്തിലൊരു വരവുണ്ടാകൂ. ഈ പ്രതിഭാസം അവസാനമായി ഉണ്ടായത് 1803-ലാണ്. ശതകോടിക്കണക്കിന് ചിറകുള്ള പ്രാണികൾ അമേരിക്കയുടെ മിഡ് വെസ്റ്റിലും തെക്കു കിഴക്കും ഉടനീളം പ്രത്യക്ഷപ്പെടും. ചില സ്ഥലങ്ങളിൽ ഏപ്രിൽ അവസാനത്തോടെ ഇണചേരലിനായി ഒത്തുകൂടുമെന്നും പറയപ്പെടുന്നു. 1 മാസത്തോളമാണ് കൂട്ടമായി വരുന്ന ഇവയുടെ സാന്നിധ്യം നീണ്ടു നിൽക്കുക. പുറത്തു വരുന്ന സമയത്ത് 1 ഏക്കറിൽ ഏകദേശം 1.5 ദശലക്ഷം പ്രാണികളെങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്ക്. ബ്രൂഡ് 13, ബ്രൂഡ് 19 എന്നീ പേരുകളിലാണ് ഈ വർഷത്തെ സിക്കാഡ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത്. അയോവ, വിസ്കോൺസിൻ, മിഷിഗൻ എന്നിവിടങ്ങളിലായിരിക്കും ബ്രൂഡ് 13 എന്ന ഇനത്തെ ഏറ്റവും അധികം കാണാനാകുന്നത്. ഇണയെ കണ്ടെത്തി വംശം നിലനിർത്തുന്നതിനായാണ് സിക്കാഡുകൾ കൂട്ടമായി പുറത്തുവരുന്നത്. ആയുസിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിൽ ചിലവഴിക്കുന്ന പ്രാണികളാണ് സിക്കാഡകൾ. പുറത്തുവരുന്ന ഇവയ്ക്ക് 4 മുതൽ 6 ആഴ്ച വരെ മാത്രമാണ് ആയുസുള്ളത്. അതായത് ഇണയെ കണ്ടെത്തി പുനരുത്പാദനം നടത്താനുള്ള സമയം മാത്രമാണ് ഇവയ്ക്ക് ലഭിക്കുക. പെൺവർഗത്തെ ആകർഷിക്കാൻ ആൺ സിക്കാഡകൾ ഒരു പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കും. ഇത്രയധികം പ്രാണികൾ കൂട്ടം ചേർന്ന് ശബ്ദം ഉണ്ടാക്കുന്നതിനാൽ ഇവയുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ എപ്പോഴും പ്രത്യേകതരം ശബ്ദം കേൾക്കാനുമാകും. ഈ പ്രതിഭാസം അമേരിക്കയിൽ ഈ വർഷത്തിന്റെ മധ്യത്തിൽ, അതായത് വസന്തകാലത്ത് സംഭവിക്കുമെന്നാണ് ഗവേഷകർ ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറഞ്ഞത്. മണ്ണ് ഏകദേശം 64 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ എത്തുമ്പോഴാണ് സിക്കാഡകൾ സാധാരണയായി വസന്തകാലത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒക്ലഹോമ, അലബാമ, നോർത്ത് കരോലിന, ജോർജിയ, മിസൗറി, കെന്റക്കി, അർക്കൻസാസ്, ലൂസിയാന, മിസിസിപ്പി, സൗത്ത് കരോലിന, ടെന്നസി, വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 13 വർഷം ജീവചക്രമുള്ള സിക്കാഡുകളായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട്. ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ 2445 സംഭവിക്കാൻ പോകുന്ന ഈ പ്രതിഭാസം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമായിരിക്കും.